കോടതികളായ കോടതികളുടെ വരാന്തകളിൽ അന്യായമായ കേസുകളുടെ പേരിൽ എത്ര വർഷങ്ങളാണ് മനുഷ്യർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്നു. നിരപരാധികളായ ആളുകളെ ജയിലിലടക്കാൻ നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നു, സമ്പത്ത് എറിഞ്ഞുകൊടുത്തിട്ട് അന്യായമായും ചില ആളുകളുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ ഇസ്സത്തും ഹനിക്കാൻ വേണ്ടി എത്രയെത്ര കേസുകളാണ് നമ്മുടെ കോടതികളുടെ ഫയലുകളിൽ കിടക്കുന്നത്. അതിലേറിയ കൂറും പച്ച നുണകളാണ്. നമ്മൾ ആലോചിക്കണം, ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു മുസ്ലിം വിശ്വാസിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? വിവാഹം വേർപിരിയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, അവിടെ ത്വലാഖ് സംഭവിക്കുമ്പോൾ, അത് അല്ലാഹു നിശ്ചയിച്ചൊരു വഴിയാണ്. ഒരുമിച്ച് രണ്ടുപേർക്കും പോകാൻ കഴിയില്ലെങ്കിൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും വീട്ടുകാർക്കിടയിൽ മസ്ലഹത്തിന്റെ ചർച്ചകൾ നടന്നിട്ട് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോ യുഫ്ഖില്ലാഹു ബൈനഹുമാ, മസ്ലഹത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യും. അതല്ലെങ്കിൽ ഫസർരിഹുന്ന സറാഹൻ ജമീലാ, അവർക്ക് വേർപിരിയേണ്ടി വരും. അങ്ങനെ വേർപിരിയുമ്പോഴേക്കും തന്റെ ഭർത്താവ് തന്നെ പീഡിപ്പിച്ചുവെന്ന പച്ചപ്പാവമായ ഭർത്താവിനെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു. എന്തിന്? ഒന്നും ചെയ്യാതെ ആ പെണ്ണിനെ സഹിച്ചു കൊണ്ട് നടന്നിട്ട് പോലും ഒരു അപശബ്ദം പോലും, ഒരു ഒച്ച വെച്ച് സംസാരം പോലും ചെയ്യാത്ത ചില ചെറുപ്പക്കാർക്കെതിരെ പോലും അവരുടെ ഭാര്യമാർ കേസ് കൊടുക്കുന്നു. എന്ത് പീഡനം! ആരൊക്കെ പീഡനം! സ്വന്തം അമ്മായിമ്മ, ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അമ്മായിമ്മ, ബെഡിൽ കിടക്കുന്ന വല്യപ്പ, ഇവരെല്ലാം എന്നെ പീഡിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്ര നഷ്ടപരിഹാരം വേണം. അതുമാത്രമല്ല, വിവാഹം കഴിയുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എത്ര ചെറുതാണെങ്കിലും വലിയൊരു എണ്ണം പറഞ്ഞ്, വലിയൊരു അളവ് പറഞ്ഞ് അത്ര എൻ്റെ കയ്യിൽ സ്വർണമുണ്ടായിരുന്നു എന്ന് പറയുന്നു. തെളിവുകളുണ്ടോ? അവളുടെ വാക്കല്ലാതെ എന്ത്? എന്നിട്ട് തന്റെ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് അയാൾക്കൊരിക്കലും ജീവിതകാലത്ത് സമ്പാദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയാത്ത അത്ര വിധം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അന്യായമായി സ്വന്തം വക്കീലിന്റെ നാവിന്റെ വഴവഴപ്പ് കൊണ്ടോ തന്റെ വക്കീലിന്റെ വാക്സാമർത്ഥ്യം കൊണ്ടോ അന്യായമായും ഒരു മനുഷ്യന്റെ സമ്പത്ത് പിടിച്ചടക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെപ്രാളപ്പെടലുകൾ, അത്തരം ആളുകൾക്ക് എന്ത് നിസ്കാരം, എന്ത് ഉംറ, എന്ത് ഹജ്ജ്, എന്ത് ഫലമാണിതുകൊണ്ടൊക്കെ.